നിങ്ങൾ ഇപ്പോഴും ഫാറ്റ് ലോസിന് വേണ്ടി കാലറി കൗണ്ട് ചെയ്ത് ഭക്ഷണം സെലക്ട് ചെയ്ത് കഴിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഫാറ്റ് ലോസ് നടക്കാൻ പോകുന്നില്ല. നമ്മുടെ ഈ ശരീരം ഒരു കാൽക്കുലേറ്ററോ ഒരു കമ്പ്യൂട്ടറോ അല്ല, ഒരു മെഷീൻ അല്ല. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു ബയോകെമിസ്ട്രിയാണ്. അതിന്റെ അർത്ഥം നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണവും പല ഹോർമോണൽ റെസ്പോൺസും പല കെമിക്കൽ ചേഞ്ചസും ആണ് സംഭവിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് രാമുവിനെ ഇവിടെ ഒരു എക്സാമ്പിൾ ആക്കി എടുക്കാം. രാമു ഫസ്റ്റ് ഡേ നമ്മൾ രാമുവിന് കൊടുക്കാൻ പോകുന്ന ഒരു പൊറോട്ടയാണ്. 500 കാലറി ഉള്ള ഒരു പൊറോട്ട ഈ രാമു കഴിക്കുമ്പോൾ 75 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉള്ളതിനാൽ ഈ രാമുവിന്റെ ബ്ലഡിൽ ഉണ്ടാവുന്ന ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആവും. അപ്പോൾ പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. ഈ രാമു ഒരു ഫാറ്റ് ബേണിംഗ് മോഡിൽ നിന്ന് നേരെ ഫാറ്റ് സ്റ്റോറിംഗ് മോഡിലേക്ക് മാറും. ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഫാറ്റ് സ്റ്റോറിംഗ് ഹോർമോണാണ്. അതുമാത്രമല്ല, ഏകദേശം 2 മണിക്കൂർ കഴിയുമ്പോൾ ഈ രാമു വീണ്ടും വിശക്കും. യഥാർത്ഥത്തിൽ ഈ രാമു ഒരു ഷുഗർ ലൂപ്പിലാണ്. എല്ലാ 2-3 മണിക്കൂർ കഴിയുമ്പോഴും രാമുവിന് ഭക്ഷണം കൊടുത്തോണ്ടേയിരിക്കണം. അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ പൊറോട്ടയ്ക്കകത്ത് ന്യൂട്രീഷനോ പ്രോട്ടീനോ വൈറ്റമിൻസോ മിനറൽസോ ഒന്നുമില്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരു ഭക്ഷണം ഇട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് തൃപ്തിയില്ലായ്മ അല്ലെങ്കിൽ വീണ്ടും വിശക്കുക. ഇതിന്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ തെറ്റായ ഭക്ഷണം രാമുവിന് കൊടുത്തിരിക്കുകയാണ്, കാലോറി മാത്രം നോക്കി. ഇനി ഈ രാമു രണ്ടാമത്തെ ദിവസം കഴിക്കാൻ പോകുന്നത് ഒരു 500 കാലറിയുടെ ഒരു ബീഫ് സ്റ്റീക്കാണ്. ഈ ബീഫ് സ്റ്റീക്കിനകത്ത് 0 ഷുഗർ ആണ്. അപ്പോൾ ഒരു ബീഫ് സ്റ്റീക്ക് കഴിക്കുമ്പോൾ ഇൻസുലിൻ്റെ റെസ്പോൺസ് വളരെ സ്റ്റേബിൾ ആണ്. ഈ രാമു ഇപ്പോഴും ഒരു ഫാറ്റ് ബേണിംഗ് മോഡിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. എന്നാൽ അതേസമയം 45 to 55 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ ഈ രാമുവിൽ കിട്ടുകയാണ് മസിൽ റിപ്പയർ ചെയ്യാൻ, മെറ്റാബോളിസം ഹൈ ആക്കി നിർത്താൻ വേണ്ടി. ആ ബീഫ് സ്റ്റീക്കിനകത്തുള്ള എല്ലാ ബി വൈറ്റമിൻസ്, മിനറൽസ്, വൈറ്റമിൻസ്, മൈക്രോ ന്യൂട്രിയൻസ് ഇതെല്ലാം തലച്ചോറിൽ സിഗ്നൽ ചെയ്യാണ് സാറ്റിറ്റി അല്ലെങ്കിൽ തൃപ്തി. ഇപ്പൊ ഇദ്ദേഹം 2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും വിശക്കുന്നില്ല. ഇൻസുലിൻ റെസ്പോൺസ് കുറവുള്ള ഭക്ഷണമായ ബീഫ്, മുട്ട, ചിക്കൻ, മട്ടൻ ഇങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഈ മനുഷ്യന് കിട്ടേണ്ട ന്യൂട്രീഷനും കിട്ടും, ഇടയ്ക്കിടയ്ക്ക് കഴിക്കേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കലോറിയേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭക്ഷണത്തിനകത്തെ ന്യൂട്രീഷൻ. അപ്പോൾ നമ്മൾ കൃത്യമായ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഈ ഫാറ്റ് ലോസ് എന്ന് പറയുന്നത് നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സൈഡ് എഫക്റ്റ് മാത്രമാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിന് വേണ്ട ഭക്ഷണം, എന്താണ് ശരീരത്തിന് ആവശ്യമില്ലാത്ത ഭക്ഷണം എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുജനങ്ങൾ ന്യൂട്രീഷൻ എന്നാന്ന് പഠിക്കണം. അപ്പോൾ ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം. ബൈ.